DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. APL BPL കാർഡുകാർക്ക് വിഷു റംസാനൊക്കെ പ്രമാണിച്ച് നിരവധി ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ഇനി മുതൽ 2 മാസത്തെ വിതരണത്തിനുള്ള ഭക്ഷ്യധാന്യം മുൻകൂർ എത്തിക്കും. ഇത് സംബന്ധിച്ച് നിർദ്ദേശം എത്തിയതോടെ ജില്ലാ താലൂക്ക് തലത്തിൽ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നതിന്റെ വേഗം കൂട്ടിയിരിക്കുകയാണ്. സമരങ്ങൾ നീണ്ടുപോകുമ്പോൾ റേഷൻ കടകളിൽ സാധനങ്ങൾ ഇല്ലാതെ വരുന്ന സ്ഥിതി ഒഴിവാക്കാനാണ് നടപടി. നിലവിൽ റേഷൻ കടകളിൽ 1 മാസത്തെ വിതരണത്തിനുള്ള ഭക്ഷ്യധാന്യമാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. ചുരുക്കം ജില്ലകളിൽ 1.5 മാസത്തെ ധാന്യം നൽകാറുണ്ട്. റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണക്കാർക്ക് സമയത്ത് പണം നൽകാത്തതിനാൽ ഇടയ്ക്കിടെ അവർ സമരം ചെയ്യാറുണ്ട്. കരാറുകാർ പണം നൽകാത്തതിനാൽ ലോറി ഉടമകളും പലപ്പോഴും വണ്ടി വിട്ട് നൽകാറില്ല. ഗോഡൌണുകളിൽ സാധനങ്ങൾ ലോറിയിൽ കയറ്റുന്ന ചുമട്ടുതൊഴിലാളികൾക്കുള്ള വിഹിതം ക്ഷേമനിധിയിൽ അടക്കാത്തതിനാൽ അവരും സമരം ചെയ്യാറുണ്ട്. ഇത്തരം സമരങ്ങൾ കാരണം മിക്ക മാസങ്ങളിലും റേഷൻ കടകളിലേക്ക് സാധനമെത്താൻ വൈകും. കൂടുതൽ വിഭാഗങ്ങൾ സമരം ചെയ്യുന്ന മാസങ്ങളിൽ കടകളിൽ ഭക്ഷ്യധാന്യം ആവശ്യത്തിന് സ്റ്റോക്കില്ലാത്ത സ്ഥിതിയും ഉണ്ടാകുകയായിരുന്നു. ഇതൊഴിവാക്കാനാണ് 2 മാസത്തെ ധാന്യം മുൻകൂറായി നൽകുന്നത്. ഏപ്രിൽ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ കൂടി വരുന്നതോടെ റേഷൻ ലഭ്യത ഉറപ്പാക്കാൻ നടപടി സഹായിക്കും. അതോടൊപ്പം ഏപ്രിൽ 1-ാം തീയതി മുതൽ വിഷു കിറ്റുകളുടെ വിതരണം ആരംഭിക്കുമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയതാണ് ഈ വിഷു കിറ്റ്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി എന്നിവ ഇതിലുണ്ടാകും. കൂടാതെ ശബരിയുടെ പായസ മിക്സ്, പാലട, സേമിയ പായസക്കൂട്ട്, നെയ്യ്, ജീരകം, കടുക്, പുട്ടുപൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, വെളിച്ചെണ്ണ, ചായപ്പൊടി എന്നിവയും കിറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം 1250 രൂപ വിപണി വില വരുന്ന ഈ കിറ്റ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 1001 രൂപയ്ക്കാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നൽകുന്നത്. ഇതിനു പുറമെ റംസാൻ കിറ്റുകളുടെ വിതരണവും നിലവിൽ തുടരുന്നുണ്ട്. ഏപ്രിൽ 20-ാം തീയതി വരെയാണ് റംസാൻ കിറ്റുകൾ വാങ്ങാൻ സാധിക്കുക. ആഘോഷകാലത്ത് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ഈ ആനുകൂല്യം കൈപ്പറ്റാം. സപ്ലൈകോ വിഷു കൈനീട്ടം എന്ന പേരിൽ മറ്റൊരു പ്രത്യേക പദ്ധതിയും അവതരിപ്പിച്ചിട്ടുണ്ട്. 1000 രൂപയുടെ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 101 രൂപയുടെ വിഷു കൈനീട്ട കൂപ്പൺ ലഭിക്കും. ഈ കൂപ്പണുകൾ ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിൽ റെഡീം ചെയ്യാവുന്നതാണ്. സപ്ലൈകോയുടെ മെഡിക്കൽ സ്റ്റോറുകളും പെട്രോൾ പമ്പുകളും ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഈ 101 രൂപയുടെ ഇളവ് പ്രയോജനപ്പെടുത്താം. കൂടാതെ 13 സബ്സിഡി സാധനങ്ങളും 20 കിലോ അരി 25 രൂപ നിരക്കിലും സപ്ലൈകോ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കും. റേഷൻ കടകൾ വഴിയുള്ള മാർച്ച് മാസത്തെ റേഷൻ വിതരണവും സജീവമാണ്. മഞ്ഞ കാർഡുകാർക്ക് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കും. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ നീലക്കാർഡിന് അധിക വിഹിതമായി 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതോടൊപ്പം അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് ഈ മാസം 6 കിലോ അരിയാണ് ലഭിക്കുന്നത്. കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ഇത് ലഭിക്കുക. അതോടൊപ്പം അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. അതോടൊപ്പം എല്ലാ കാർഡുകൾക്കും 1 ലിറ്റർ മണ്ണെണ്ണയും ഈ മാസം അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല കാർഡുടമകൾ ഈ മാസം നിർബന്ധമായും റേഷൻ വാങ്ങണം. തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നാൽ മുൻഗണനാ പദവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മുൻഗണനാ കാർഡുകാർക്കായി അപേക്ഷിച്ച 65,000-ഓളം പേർക്ക് പുതിയ കാർഡുകൾ വിതരണം ചെയ്യുന്ന നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ നീലവെള്ള കാർഡുള്ള അർഹരായവർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നതോടെ റേഷൻ സാധനങ്ങൾ സൗജന്യമായി ലഭിക്കും. കൂടാതെ ഇത്തരം കാർഡുകളിലെ സ്ത്രീകൾക്ക് 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാൻ അർഹതയും ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.